എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ പിഗലോ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പൊ ചീഫിനെ ഭയപ്പെടുത്തി ആളെ ത്രട്ടൺ ചെയ്ത് ചീഫിന്റെ സ്ഥാനം അത് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ചീഫിനെ തൂക്കിയെടുത്തെറിയും. പിന്നീട് ജനങ്ങളോട് എല്ലാവരോടും താനാണ് അടുത്ത റൂളർ എന്നും മാത്രമല്ല ഇവിടെ ഇനി കൊല, ഭക്ഷണം, ബാഡ് ആക്ടിവിറ്റി അതെല്ലാം തന്നെ നടത്താനുള്ള പൂർണ്ണ സമ്മതം അത് താൻ തരുന്നുവെന്നും ജനങ്ങളെ അറിയിക്കും. ജനങ്ങളെല്ലാവരും അത് കേട്ട് ഞെട്ടുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ചീഫ് ഇത്രയും മോശപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഭരണം കൈമാറിയെന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ആ ചീഫ് ആ മോൺസ്റ്ററിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അത് ചെയ്തതെന്ന്. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. വേറെ വഴിയില്ലാതെ അവൻ ആ ഒരു പ്രീഷ്യസ് വാട്ടർ കുടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഒരുപാട് വേദനയിലും ബുദ്ധിമുട്ടിലും ആ ഒരു വെള്ളം കുടിച്ച് സഫർ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ എന്താ അവന്റെ പവർ ആ ഒരു വെള്ളത്തെ കീഴടക്കുകയാണ്. ഇവിടെ ക്യാറ്റ് ആണെങ്കിൽ ഇംപ്രസ്ഡ് ആവും. ഗോകു ആ ഡിവൈൻ വാട്ടർ കുടിച്ച് പവർഫുൾ ആവും. ഉണ്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഗോകുവിന്റെ ചുറ്റും നടക്കും. ബോഡിക്കും ചേഞ്ചസ് ഒന്നുമില്ല, നീ ശരിക്കും ഇപ്പൊ പെർഫെക്റ്റ് ആണെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഹാപ്പി. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, എത്രയും വേഗം എനിക്ക് ഇവിടുന്ന് കടന്നു പോകണം. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ ടേൺ ആണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഇപ്പൊ ഐസ് മോൺസ്റ്ററിന് നോക്കും. അത് പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാണ്. ഗോകു ആണെങ്കിൽ അതിനോട് താങ്ക്സ് പറയും. അതിനുശേഷം ആ പവർ ബോൾ സ്റ്റിക്ക് കയ്യിലെടുത്ത് മുകളിലേക്ക് പോകാൻ തയ്യാറാവും. ഉണ്ടപ്പനും ആ സ്റ്റിക്കിൽ അങ്ങനെ മുറുക്ക പിടിക്കും. രണ്ടുപേരും അതിലങ്ങനെ മുകളിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ എല്ലാവരോടും ബാഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് നിർദ്ദേശം കൊടുക്കും. അത് കേൾക്കേണ്ട താമസം കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും ഗ്രാമത്തിലും നഗരത്തിലും ഇറങ്ങി മോഷണം നടത്താനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പോലീസ് സ്റ്റേഷൻ കയ്യേറാനും വെടിവെക്കാനും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ക്രിമിനൽസിനെ ലോക്ക് ചെയ്തിരുന്ന സെല്ലിലേക്ക് വരെ കടന്നു വന്ന് പോലീസുകാരെ അറ്റാക്ക് ചെയ്ത് അവരെ മോചിപ്പിക്കുകയാണ്. ഇവിടെ ആ ഒരു മോൺസ്റ്ററിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് സന്തോഷം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ ഒരു കാറ് ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. കാറിൽ നിന്ന് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരാള് പുറത്തേക്ക് കടന്നു വരും. ആ ഡ്രൈവർ ആണെങ്കിൽ ഇപ്പോൾ ആളോട് പറയും, ഇവിടെ ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടും വളരെ മോശമായിട്ടും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം ഇവിടെ ടൈം അത് സ്പെൻഡ് ചെയ്യുമ്പോൾ. ആ കോട്ടിട്ട ആളാണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ആ മോൺസ്റ്റർ വാഷ് ഔട്ട് ചെയ്ത സ്ഥലം കണ്ട് അവൻ ഷോക്ക് ആവുകയാണ്. ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ ഓരോ ദിവസവും TV പ്രോഗ്രാമിലൂടെ അവൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരിക്കും. മോശം കാര്യങ്ങൾ അവൻ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുള്ളവർ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഭയപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ആ മോൺസ്റ്റർ മുൻപോട്ടേക്ക് പോയാൽ ഈ ലോകം തന്നെ അവൻ നശിപ്പിക്കും. സംഭവിയാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഇനി ഈ സിറ്റുവേഷൻ ഇങ്ങനെ മുൻപോട്ടേക്ക് പോകാൻ പാടില്ല. മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഒരു സൊല്യൂഷൻ അത് ഞാൻ കണ്ടെത്തുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഒരു ടീം അവരാണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ൊക്കെ വരച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ ആ ഒരു മോൺസ്റ്റർ തകർത്ത് കളഞ്ഞ ഭാഗത്ത് ഒരുപാട് ജനങ്ങൾ വീടും ഭക്ഷണമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരുപാട് പേർക്കാണെങ്കിൽ അറ്റാക്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിരിക്കുകയാണ്. കുറേ പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ചോപ്പത്തി പെണ്ണാണെങ്കിൽ ഒരു കുഞ്ഞിപ്പയ്യന് ശുശ്രൂഷയൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും അവളുടെ പപ്പ കോട്ടിട്ട ആളവിടേക്ക് വരിക. ആളെ കാണേണ്ട താമസം അവളാണെങ്കിൽ പപ്പയെ കെട്ടിപ്പിടിക്കും. വാവ്, ഞാൻ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യായിരുന്നു. കോട്ടിട്ട ആളാണെങ്കിൽ അവളോട് പറയും, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിന്നെ കാണാൻ സാധിച്ചതിൽ. അതിനാ കുഞ്ഞിപ്പെണ്ണ് പറയും, ഞാൻ ഹാപ്പിയല്ല, ഇവിടെ നടന്നൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ ചീഫിനെ ഭീഷണിപ്പെടുത്തി ആ മോൺസ്റ്റർ ചീഫായി മാറി. ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വീടുകളും സാധനങ്ങളും ജനങ്ങളെയും ഒക്കെ തന്നെ അത് നശിപ്പിച്ചു. നിങ്ങളിത് കാണുന്നില്ലേ, ഇവിടെയുള്ള ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി. എന്നെ കൊണ്ട് കഴിയും വിധത്തിൽ ഞാൻ അവർക്ക് മെഡിസിൻസ് കൊടുത്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് കേട്ട് ആ കോട്ടിട്ട ആളും ചുറ്റുമുള്ള ആൾക്കാരുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിക്കുകയാണ്. അടുത്ത നിമിഷം നമ്മൾ മുൻപ് കണ്ട ആ ഒരു കള്ളക്കൂട്ടം അവറ്റകളാണെങ്കിൽ അവിടേക്ക് വന്ന് ഇടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലം അത് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനാണ് അവരിപ്പോൾ ശ്രമിക്കുക. ആണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇളക്കി മറിച്ച് അവർക്ക് പറ്റിയ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അന്വേഷിച്ച് കൊണ്ടേയിരിക്കും. അവരെ കണ്ട് ഇപ്പോൾ ആ കോട്ടിട്ട ആളും ചോപ്പത്തി പെണ്ണും അവർ രണ്ടുപേരും അടുത്തേക്ക് ഓടി വരും. ദയവ് ചെയ്ത് ഞങ്ങളോട് അല്പം കാരുണ്യം കാണിക്കണം, അവിടെ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി വീണ് കിടക്കുകയാണ്. ആ മോൺസ്റ്ററിന്റെ ഭരണത്തിൽ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. അവരുടെ കയ്യിൽ ബൈക്കില്ലേ, ഈ ബൈക്കിൽ ആ പരുക്ക് പറ്റിയവരെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം, അവരുടെ ജീവൻ അത് നിലനിർത്തണം. അത് കേട്ട് അവരാണെങ്കിൽ ഇപ്പോൾ കുത്തിപ്പെണ്ണിനെയും അവളുടെ പപ്പയെ പരിഹസിക്കുകയാണ്. ഞങ്ങളെല്ലാം തന്നെ മോൺസ്റ്റർ കിങ്ങിന്റെ മോൺസ്റ്റർ ചീഫിന്റെ ഫോളോവേഴ്സ് ആണ്. ഇവിടെയുള്ള വാല്യുബിൾ തിങ്സ് ഒക്കെ അടിച്ചു മാറ്റാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, അല്ലാതെ ഇവിടെയുള്ള ദരിദ്രവാസികളെ സഹായിക്കാനല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ പരിഹസിച്ചിരിക്കും. അത് കേട്ട് ഭയന്ന് ഇപ്പൊ ആ ചോപ്പത്തി പെണ്ണ് അവൾ പുറകിലുള്ള ഒരു വലിയ ബിൽഡിങ്ങിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ഇവിടെ അവളുടെ പപ്പയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടും. ആളാണെങ്കിൽ അവരെ നോക്കി പല്ല് കാട്ടിക്കും. അതുകൊണ്ട് ഒരുത്തനാണെങ്കിൽ ഇപ്പൊ കത്തിയെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പപ്പ അവനെ പിടിച്ചു വലിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അത് അവർക്ക് നേരെ വലിച്ചെറിയും. അവരെല്ലാവരും പേടിച്ച് ചുരുണ്ട് അങ്ങനെ അവന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്.
കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മാർഷൽ ആർട്സ് മാനെ കാണിക്കും. ആളാണെങ്കിൽ ഒരുപാട് ദിവസങ്ങളായി ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മാസ്റ്റർ ചെയ്ത കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും മൈൻഡിലേക്ക് റീകളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതുവരെ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഫേർട്ടൊക്കെ കൊടുത്ത് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ആ പവർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ആ ഒരു പവർ കണ്ടെയ്നറിൽ സെയിൽ ചെയ്യാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും തളർന്ന് താഴേക്ക് വീഴും. വാവ്, ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായി. ഞാൻ ഈ പവറിൽ മാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാനില്ല. എത്രയും വേഗം ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ യാത്ര ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും ഉണ്ടപ്പനും അവരാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരികെ പോകാനായിട്ട് അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. ഗോക്കു ദൂരത്തായിട്ട് അതിന്റെ എൻട്രൻസ് കാണും. അവർ രണ്ടുപേരും ഞൊടിയിടയിൽ അവിടെ എത്തി ലോർഡ് ക്യാറ്റിനെ വിളിക്കുകയാണ്. ക്യാറ്റ് ആണെങ്കിൽ താഴേക്ക് നോക്കും. ഉണ്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങൾ എത്രയും വേഗം മുകളിലേക്ക് കയറ്റ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. മാസ്റ്റർ ക്യാറ്റ് ആണെങ്കിൽ അല്പസമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ രണ്ടുപേരെയും മുകളിലേക്ക് കയറ്റുകയാണ്. ആള് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പവറിൽ അവർ രണ്ടുപേരും കറങ്ങി ഇപ്പൊ ചുമരിൽ ആഞ്ഞടിച്ച് താഴേക്ക് വീഴും. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോകുവിന്റെ പവറിലും അവന്റെ സ്ട്രെങ്ത്തിലും വളരെയധികം ഇംപ്രസ് ആയി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ആ മോൺസ്റ്ററിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ഹാൻസം ബോയ് ഇപ്പൊ അവനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ തിരക്കും. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, മാസ്റ്റർ റോഷി ക്രിയേറ്റ് ചെയ്ത ആ ഒരു പവറിൽ ഞാൻ മാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എത്രയും വേഗം എനിക്ക് ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. ലോഞ്ച് ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അതിനവനാണെങ്കിൽ എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, എങ്ങനെയെങ്കിലും ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കണം. അതല്ല എങ്കിൽ അവൻ ഈ ലോകം തന്നെ ഇല്ലാതാക്കും. സോ എന്റെ ജീവൻ പോലും ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അവനത് കട്ട് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വലിയൊരു മൂകത അതാണ് ഇപ്പോൾ അവർക്കുള്ളിൽ ഉണ്ടാവുക. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ അവനെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. എനിക്കിപ്പോൾ ഒരുപാട് ചേഞ്ച് ഫെയിൽ ആവുന്നുണ്ട്. അത് കേട്ട് ആ ക്യാറ്റ് പറയും, നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. നീ ആ പവർ അത് സ്വായത്തമാക്കി കഴിഞ്ഞു. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഇപ്പൊ പതിയെ നടന്ന് ആ ബ്രിമ്മിലേക്ക് വരും. അതിനുശേഷം അവൻ ആ മോൺസ്റ്ററിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവന്റെ ലൊക്കേഷനും അവന്റെ സ്ട്രെങ്ത്തും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ക്യാറ്റിനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഗോക്കുവെ നോക്കുകയാണ്. നിന്നെ കൊണ്ട് എങ്ങനെ അത് സാധിച്ചു? അതിന് ഗോക്കു പറയും, എൻ്റെ ഈ പുതിയ പവർ അതൊക്കെ എനിക്ക് കാട്ടിത്തരുന്നുണ്ട്. ഉടനെ ക്യാറ്റ് ആണെങ്കിൽ ഫ്ലൈയിങ് നിംബസിനെ വിളിക്കും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരു കെട്ട് ക്ലൗഡ്സ് അതങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ഒരുപാട് ക്ലൗഡ്സ്. ഗോക്കു ആണെങ്കിൽ ക്യാറ്റിനോട് പറയും, ഞാൻ കരുതിയത് എൻ്റെ മാസ്റ്റർ റോഷിക്ക് മാത്രമാണ് ഈ ഫ്ലൈയിങ് നിംബസ് ഉള്ളതെന്നാണ്. അതിന് ക്യാറ്റ് പറയും, അല്ല, ഒരുപാട് ഫ്ലൈയിങ് നിംബസ് ഇവിടെ ഉണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനു പകരം അതിൽ നിന്നൊന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ആ ക്ലൗഡ്സിലേക്ക് എടുത്തു ചാടുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. ഗോക്കു താഴേക്ക് വീണ് മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവൻ കണ്ണടയ്ക്കും. ഗോക്കു ആണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു ക്ലൗഡിനെ തിരഞ്ഞെടുക്കുകയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് അവൻ അതിന്റെ മുകളിൽ കയറി തുള്ളി കളിക്കും. പിന്നീട് ഉണ്ടപ്പനോട് നീ റൈഡിന് എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടപ്പനാണെങ്കിൽ അതിന് മടിക്കും. ഉടനെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ക്യാറ്റിനോട് പറയും, എനിക്ക് എത്രയും വേഗം ആ മോൺസ്റ്ററിന്റെ കഥ കഴിക്കണം. സോ ഞാൻ അവന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ പുതിയ ഫ്ലൈയിങ് നിംബസിൽ കയറി അങ്ങനെ നല്ല സ്പീഡിൽ പറന്നു പോവാണ്. ഉണ്ടപ്പനാണെങ്കിൽ അത് കണ്ട് പേടിക്കും. അതിന് ക്യാറ്റ് പറയും, അവനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ കടന്നു വരികയാണ്. ഒരു ഭാഗത്ത് ഗോക്കു, മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് മാൻ. അവർ രണ്ടുപേരിൽ ആര് ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കുമെന്ന് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.